നമസ്കാരം, സ്റ്റെതസ്കോപ്പിലേക്ക് സ്വാഗതം. തോളുവേദന അഥവാ ഷോൾഡർ പെയിനെ കുറിച്ചാണ് ഈ ലക്കം സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത്. സാധാരണ ആളുകൾ പറയാറുള്ളതാണ്, കിടന്നുറങ്ങുമ്പോൾ ശക്തമായ വേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, കൈകൾ ചലിപ്പിക്കുമ്പോൾ തോള് വേദനിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ ചികിത്സകൾ എന്തെല്ലാം? ഇതിനെക്കുറിച്ചാണ് ഈ ലക്കം സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തോളുവേദനയെക്കുറിച്ച് വിശദമാക്കാൻ, അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം, അതിൻ്റെ ചികിത്സകൾ എന്തെല്ലാം എന്നൊക്കെ വിശദമാക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫൈസൽ കരീമാണ്. അദ്ദേഹം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജനാണ്. വെൽക്കം സർ. ഇപ്പം ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ പല രീതിയിൽ തോളുവേദന വരാം. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? ആദ്യം തന്നെ തോൾ സന്ധി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, നമ്മുടെ കൈപ്പലയുടെ അല്ല, സ്കാപ്പുല ബോൺ, പിന്നെ ക്ലാവിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബോൺ, കോളർ ബോൺ എന്ന് പറയും, പിന്നെ കയ്യിൻ്റെ അസ്ഥി, ഹ്യൂമറസ്. ഈ മൂന്ന് ബോൺസും കൂടി ചേരുന്ന ഒരു സന്ധിനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ രണ്ട് പാർട്ടുകളുണ്ട്. ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻ്റ് എന്ന് പറയും, നമ്മുടെ കയ്യിൻ്റെ അസ്ഥിയും സ്കാപ്പുലയുടെ പാർട്ടും കൂടി ജോയിൻ ചെയ്യണത്. പിന്നെ AC ജോയിൻ്റ് എന്ന് പറയും, അക്രോമിയോ ക്ലാവിക്കുലർ ക്ലാവിക്കിളും പിന്നെ അതേപോലെ തന്നെ ഈ സ്കാപ്പുലയുടെ ഒരു പാർട്ടും കൂടി ജോയിൻ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തിൻ്റെയും അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ കോസുകളുണ്ടാവും, ഷോൾഡർ പെയിനുള്ള കാരണങ്ങളുണ്ടാവും. പല കണ്ടീഷൻസ് വരാം. അത് നീർക്കെട്ട് കൊണ്ടുവരാം, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, പരുക്കുകൾ കൊണ്ടുവരാം, പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള മസിലുകളുടെ പൊട്ടലുകൾ കൊണ്ടുവരാം, ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂൾ സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ കാരണത്താൽ വരാം, ക്യാപ്സ്യൂളിന് ചുറ്റുമുള്ള ഒരു ലേബ്രൽ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട്, അതിൻ്റെ ഡാമേജസിലും ഇതേപോലെ പെയിൻ വരാം. പിന്നെ ഒരു പരിധിയിലപ്പുറമായിട്ട് ഇപ്പോൾ മറ്റ് സ്ട്രക്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കഴുത്തിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ നമ്മുടെ കയ്യിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ കഴുത്തിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, ഡിസ്ക് പ്രൊലാപ്സോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ തേയ്മാനം കൊണ്ടോ എല്ലാം പെയിൻ നമുക്ക് ഇങ്ങോട്ടേക്ക് റേഡിയേറ്റ് ചെയ്ത് വരാം. അത് ഇൻഡയറക്റ്റ് കോസസ് ആണ്. ഡയറക്റ്റ് കോസസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ വളരെ കോമൺ ആയിട്ടാണ്, പക്ഷേ ഇതിനായിട്ട് ഡയറക്റ്റഡ് അല്ല, ലെഫ്റ്റ് സൈഡ് ഷോൾഡർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ കാർഡിയാക് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി എക്സ്ക്ലൂഡ് ചെയ്യണം നമ്മൾ. ഇതാണ് നമുക്ക് ഈ ഷോൾഡർ പെയിൻ്റെ ഒരു കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ അത് കാർഡിയാക് കാരണം മാത്രമായിരിക്കും, അല്ലെങ്കിൽ മസിൽ പെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർഡിയാക് റീസൺസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് മിക്കവാറും എക്സേർഷൻ ടൈമിലായിരിക്കും, വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നടക്കുന്ന സമയത്തോ അങ്ങനെയുള്ള എക്സേർഷൻ ടൈമിലായിരിക്കും അതിൻ്റെ പെയിൻ വരുന്നത്. ഇത് യൂഷ്വലി ആ ലെഫ്റ്റ് സൈഡ് ഷോൾഡർ പെയിൻ വന്ന് നമ്മുടെ കയ്യിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്ത് വരും, ചെസ്റ്റ് ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം കാർഡിയക് സൈഡിലുള്ള സിംറ്റംസ് ആയിരിക്കും കൂടുതലും. ചിലപ്പോൾ ഒരു പക്ഷേ പേഷ്യൻ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഉണ്ടാവില്ല പെയിൻ. പക്ഷേ ഈ ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് റെസ്റ്റിലാണെങ്കിലും പെയിൻ വരാം. പിന്നെ അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോഴായിരിക്കും, നടക്കണം എന്നൊന്നുമില്ല, ഷോൾഡർ മൂവ്മെൻറ്റ്സിൽ പെയിൻ വരാം. അതെല്ലാം ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനും വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതെപ്പോഴും പേഷ്യൻസ് മൈൻഡിൽ വെക്കണം. അതൊരു ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞിട്ട് മാത്രം നമ്മൾ ചികിത്സിക്കരുത്. അതെപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമ്മൾ ഈ ഷോൾഡർ പെയിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏതൊക്കെ ഏജ് ഗ്രൂപ്പിൽ ഏതൊക്കെ രീതിയിലാണ്? അപ്പോൾ യങ്സ്റ്റേഴ്സ് തുടങ്ങി വരുമ്പോൾ എങ്ങനെയാണ്? നമ്മളൊരു കോമൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ യങ് ഏജ് ആൻഡ് ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ചില കണ്ടീഷൻസ് യങ് പേഷ്യൻസിനാണ് കൂടുതലായിട്ട് കാണുന്നത്, ചില കണ്ടീഷൻസ് ഓൾഡർ പേഷ്യൻസിനാണ്. പിന്നെ അതേപോലെ തന്നെ ചില അസുഖങ്ങൾ രണ്ടുപേരിലും മിക്സഡ് ആയിട്ട് കാണാവുന്നുണ്ട്. ഇപ്പോൾ യങ് പേഷ്യൻസിന് പ്യുവർലി ഒരു ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടായിരിക്കും കോമൺ ആയിട്ട് അവർ കളിക്കുകയൊക്കെ ചെയ്യുന്ന അനുസരിച്ചിട്ട് കോമൺ ആയിട്ട് ഇഞ്ചുറീസ് വരാം. പിന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറൽ ഡാമേജസ് ആയിരിക്കും. ഇപ്പോൾ മസിൽസ് ഇഞ്ചുറീസോ അല്ലെങ്കിൽ ലേബ്രൽ ഇഞ്ചുറീസോ അല്ലെങ്കിൽ കുഴയിളകി പോകുന്ന കണ്ടീഷൻസ്,
പിന്നെ ബർസൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ്, ജോയിൻ്റെ ചുറ്റുമുള്ള ഒരു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ഒരു സാക്ക് ഉണ്ടാവും, മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നീർക്കെട്ടൊക്കെ വരുന്ന കണ്ടീഷൻസ്, ഇംപീഞ്ച്മെൻറ്റ്, കളിക്കുമ്പോൾ ബൗൾ ചെയ്യുമ്പോഴും ഓവർ ത്രോ അത്ലറ്റ്സിന്, പിന്നെ ജാവലിൻ, ബാസ്കറ്റ് ബോൾ, വോളിബോളൊക്കെ കളിക്കുന്ന പേഷ്യൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇംപീഞ്ച്മെൻറ്റ് സിംറ്റംസ് വരും. ഇതെല്ലാം യങ് ഏജ് ഗ്രൂപ്പിലാണ് കാണുക. അതേസമയം ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ കാണുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ പ്രായമാവുന്ന അനുസരിച്ചിട്ട് ഈ തോളിൻ്റെ റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞ മസിൽസ് കുറച്ച് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്തും ഈ മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടിട്ട് അത് ചിലപ്പോൾ പാർഷ്യൽ ടയർ ഉണ്ടാവാം, ചിലപ്പോൾ കംപ്ലീറ്റ് ടയർ ഉണ്ടാവും. ഡീജനറേറ്റീവ് ടയർ എന്ന് പറയും. മൂവ് ചെയ്ത് അതിന് ഡാമേജസ് വന്ന്, സ്ലോ ഡാമേജ് വന്ന് അങ്ങനെ പൊട്ടിപ്പോകുന്ന കണ്ടീഷൻസ്. അതേപോലെ തന്നെ അതിനകത്തും ഈ ഫ്രോസൺ ഷോൾഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണ് കോമൺ ആയിട്ട്. ആർത്രൈറ്റിസ്, ഈ സെക്കൻഡറി ആർത്രൈറ്റ്, മുമ്പ് എപ്പോഴെങ്കിലും പരുക്കുണ്ടായിട്ട് പ്രായമാവുന്ന അനുസരിച്ച് ജോയിൻറ്റ് കേടായി ആർത്രൈറ്റിസ് കണ്ടീഷൻ, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നത് ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണ്. ഇപ്പോൾ ചില കണ്ടീഷൻസ് മിക്സ്ഡ് ആണ്. ഇപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന യങ് പേഷ്യൻസിലും വരാം. ഒരു പരുക്ക് വന്നു, കുറച്ച് ദിവസം തോളളക്കാതെ വെച്ചു, ഷോൾഡർ ടൈറ്റായി, അല്ലെങ്കിൽ ഡയബറ്റീസ്, പ്രഷർ അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസിന് ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള കണ്ടീഷൻസ് മിക്സ്ഡ് രണ്ട് ഗ്രൂപ്പിലും കാണാം. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ പെയിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഏതൊക്കെ ഗ്രേഡിലാണ് വർക്ക് ചെയ്യുന്നത്, എത്ര ഗ്രേഡിലാണ്? ഇതിപ്പോൾ നമ്മൾ പെയിന് ആക്ച്വലി വിഷ്വൽ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻ്റെ സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ പേഷ്യൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ സ്കോറിങ് നോക്കേണ്ടതാണ്. പക്ഷേ ഇത് മെയിൻലി ഇപ്പോൾ ഓരോ കണ്ടീഷൻസിനും അതിൻ്റെ ഗ്രേഡിങ് ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റബിലിറ്റി ആണെങ്കിൽ അത് നല്ല 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻസ്റ്റബിലിറ്റിയുടെ ഓരോ ഗ്രേഡിങ്സ് ഉണ്ടാവും. അപ്പോൾ സിവിയർ ഇൻസ്റ്റബിലിറ്റി ആണെങ്കിൽ പേഷ്യൻ്റ് നീഡ്സ് ടു അഡ്രസ് ഫോർ സം സർജിക്കൽ മാനേജ്മെൻറ്റ്. അതേസമയം എയർലി ഗ്രേഡിങ് വരുന്ന കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ്, ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ റൊട്ടേറ്റർ കഫിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് അത് പാർഷ്യൽ ടയർസ് വരാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ് ടയർസ് എന്ന് പറഞ്ഞിട്ടുള്ള വരാം. അപ്പോൾ പാർഷ്യൽ ടയർ ആണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മാനേജ്മെൻറ്റാണ് വരുന്നത്. കംപ്ലീറ്റ് ടയർ ആണെന്നുണ്ടെങ്കിൽ അനദർ സെറ്റ് ഓഫ് മാനേജ്മെൻറ്റാണ്. ഈ കംപ്ലീറ്റ് ടയർസ് തന്നെ നമുക്ക് ഈ ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ സ്മോൾ ടയർ ആവാം, ലാർജ് ടയർ ആവും, മാസീവ് ടയർ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. അത് നമ്പർ ഓഫ് ടെൻഡൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് അനുസരിക്കുന്നത്. റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ തോളിൻ്റെ 4 ടെൻഡൻ കൂടിയ ഒരു ഭാഗമാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. അതിൽ ഫ്രണ്ടിൽ ഒരു മസിൽസ് ഉണ്ട്, സബ്സ്കാപ്പുലാരിസ് എന്ന് പറഞ്ഞിട്ട്, മുകളിൽ സുപ്രാസ്പൈനാറ്റസ്, ഇൻഫ്രാസ്പൈനാറ്റസ്, ടീറിസ്പൈന, അങ്ങനെ 4 ടെൻഡൻ കൂടി വന്നേക്കണം. അപ്പോൾ അതിൽ ഒരു ടെൻഡൻ മാത്രമുള്ളതാണെങ്കിൽ നമ്മൾ സ്മോൾ ടയർ എന്ന് പറയുന്നുണ്ടാവും. ലാർജ് ടയർ 2 ടെൻഡൻ വരുന്നത്, 2ൽ കൂടുതൽ വരുമ്പോൾ മാസീവ് ടയർ എന്ന് പറയും. അപ്പോൾ ഓരോ സൈസിനനുസരിച്ച് ആ ടയർ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സിവിയറിറ്റി കൂടെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ വിൽ ഡിഫർ. സർജറിയുടെ ടൈമിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഡിഫറൻസസ് ഉണ്ടാവും ഓരോ. ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് വന്നിട്ട് പറയുമ്പോൾ ചിലപ്പോൾ വേറെ എവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലോ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും റൊട്ടേറ്റർ കഫ് ഇഞ്ചറി, ആർത്തോസ്കോപ്പിക് റൊട്ടേറ്റർ കഫ് റിപ്പയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഈ നമ്പർ ഓഫ് ടെൻഡൻസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് മസിൽസിന് ഡിഫർ ചെയ്യും അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് പേഷ്യൻ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സർജറിയുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഫിസിയോതെറാപ്പിയിലേക്കാണല്ലോ പോകുന്നത്. അത് ഏത് ഗ്രേഡ്, ഏത് സ്റ്റേജ് വരെ ഫിസിയോതെറാപ്പിയിൽ മാനേജ് ചെയ്യാൻ പറ്റും? ഏതൊരു പേഷ്യൻ്റ് ഇപ്പോൾ ഡയറക്റ്റ് നമ്മുടെ അടുത്ത് ഒരു ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. ഇത് എന്താണ് ഈ പേഷ്യൻ്റെ വേദനക്ക് കാരണമാക്കുന്ന അസുഖം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ എക്സ്റേസ്, ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ഹിസ്റ്ററിയൊക്കെ ചോദിക്കും. എങ്ങനെയാണ് ഇത്, പരുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അത് സ്ലോ ആയിട്ട് വന്നേക്കണെയാണോ, ഏതെങ്കിലും അസുഖങ്ങൾ അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ, എസ്പെഷ്യലി ഡയബറ്റീസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, കാർഡിയക് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് വേണം ഒരു ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എക്സാമിനേഷനൊക്കെ ചെയ്തു പേഷ്യൻറ്റിനെ, അതിനുശേഷം നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ പറയും, എക്സ്റേസ് എടുക്കാൻ പറയും, കോമൺ ആയിട്ട് MRI സ്കാൻ എടുക്കാൻ പറയും. MRI എടുക്കാൻ എന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MRIയിൽ
നമുക്ക് ഈ സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ്, ഈ ഷോൾഡറിൻ്റെ പെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളെല്ലാം സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സാണ്. ഈ സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ഒന്നും എക്സ്റേയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. പല പേഷ്യൻ്റെ അടുത്തും നമ്മൾ സ്കാൻ എടുക്കാൻ പറയുമ്പോൾ അത് എക്സ്റേ എടുത്താൽ പോരെ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. എക്സ്റേസിൽ നമുക്ക് ബോണിൻ്റെ പൊസിഷൻസും ബോണിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഷോൾഡർ പെയിൻ്റെ പല കാരണങ്ങളും വരുന്നത് മസിൽസ് ആവാം, ലെബ്രമാവാം, ക്യാപ്സ്യൂളാവാം. ഇതൊന്നും നമുക്ക് എക്സ്റേയിൽ വരാൻ പറ്റില്ല. അതെല്ലാം MRI സ്കാനിൽ വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വരെ MRI സ്കാനാണ്. അപ്പോൾ MRI സ്കാനും എക്സ്റേയും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് എന്താണോ അതിലാണ് നമ്മളൊരു ഡയഗ്നോസിസിലെത്തുക. വൺസ് ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യണോ, ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ കൊണ്ട് മാനേജ് ചെയ്യണോ, പിന്നെ അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി കൊണ്ട് മാനേജ് ചെയ്യണോ എന്നുള്ളതാണ്. ഫിസിയോതെറാപ്പി ഈ ഷോൾഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നല്ല റോളാണ്. ഇപ്പോൾ കാരണം ഫിസിയോതെറാപ്പി കൊണ്ട് പേഷ്യൻ്റെ പെയിൻ നല്ലോണം കുറക്കാൻ സാധിക്കും. ഫിസിയോതെറാപ്പി കൊണ്ട് പേഷ്യൻ്റെ വീക്കായിട്ടുള്ള മസിൽസ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫിസിയോതെറാപ്പി പെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില മൊഡാലിറ്റീസും ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസും കൊണ്ട് പെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ പെയിൻ കൺട്രോൾ ചെയ്യാനനുസരിച്ച് പേഷ്യൻസിന് കുറച്ചും കൂടി നന്നായിട്ട് എക്സസൈസസ് ചെയ്യാൻ പറ്റും. അത് ഒരു ട്രീറ്റ്മെൻ്റ് ഒരു പ്രധാന ഘടകമാണ് ഫിസിയോതെറാപ്പി. അത് ഓപ്പറേഷൻ ഇല്ലാതെയുള്ള കേസുകളിലും ആവശ്യം തന്നെയാണ്. ഓപ്പറേഷന് മുൻപ് ചിലപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും, സർജറി കഴിഞ്ഞിട്ടും ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇൻറ്റഗ്രൽ പാർട്ടാണ് ഇതിൻ്റെ നമ്മുടെ ഷോൾഡർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഏത് സ്റ്റേജിൽ വേണം എന്നുള്ളത് നമ്മളിപ്പോൾ ഈ പേഷ്യൻ്റെ ഡിസീസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഒരു പാർഷ്യൽ ടയറാന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചറി ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ പാർഷ്യൽ ടയറുള്ളൂ, ഒരു മസിലിൻ്റെ പകുതി ഭാഗം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ 50% താഴെയാണ് ആ മസിൽ പൊട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് നമ്മൾ ശരിക്കും ഫിസിയോതെറാപ്പിയാണ് പ്രധാനമായിട്ട് റെക്കമെൻഡ് ചെയ്യുക. അവരുടെ പെയിൻ കൺട്രോൾ ചെയ്യണം, പിന്നെ ഈ പൊട്ടിയ മസിൽസ് വീക്കായിട്ടുണ്ടാവും, അതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം, പിന്നെ അതിൻ്റെ സപ്പോർട്ടിങ് മസിൽസിനെ സ്ട്രോങ്ങർ ആക്കണം. അപ്പോൾ ആക്ച്വലി പേഷ്യൻ്റെ മൂവ്മെൻറ്റ്സ് പഴയതുപോലെ തന്നെ ആവുകയും ചെയ്യും, പെയിൻ ഫ്രീ ആയി കിട്ടുകയും ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെയാണ് ഫിസിയോതെറാപ്പിയുടെ കീ റോൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ സർജറിയുടെ തന്നെ ആർത്രോസ്കോപ്പിക് സർജറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ പ്രായമുള്ളവർ അവരുടെ സ്ഥിരമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ അവർക്ക് വീക്കായിട്ട് വരാം. അതേസമയം ഒരു സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ? അതിനെങ്ങനെയാണ് രണ്ടും മാനേജ് ചെയ്യുക? യങ് പേഷ്യൻസിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മസിൽസ് ഭയങ്കര തിക്കായിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും കുറച്ചും കൂടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മസിൽസ് ഒരിക്കൽ ഒരു ബോണിൻ്റെ ഒരു എൻഡിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ റിട്രാക്റ്റ് ചെയ്യാമെന്ന് പറയും. അത് ഉള്ളിലേക്ക് വലിയുമ്പോൾ അതിൻ്റെ ആ ഡിസ്റ്റൻസ് കൂടുതൽ വലിയുന്നത് യങ് പേഷ്യൻസിലായിരിക്കും rather than the older പേഷ്യൻസിൽ. അപ്പോൾ എപ്പോഴും ഏർലി മാനേജ്മെൻറ്റ് ആൻഡ് അക്യൂട്ട് മാനേജ്മെൻറ്റ് ഈ കംപ്ലീറ്റ് ആറിനകത്ത് വേണ്ടി വരുന്നത് യങ്ങർ പേഷ്യൻ്റിനാണ്. ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊരു സ്പോൺസ് ഇഞ്ചറി കൊണ്ടായിക്കോട്ടെ, അതല്ല വീണ് പറ്റിയതായിക്കോട്ടെ, ഒരു ആക്സിഡൻറ്റ്സ് ആയിക്കോട്ടെ. പക്ഷേ യങ്ങർ പേഷ്യൻറ്റിൽ നമ്മൾ കുറച്ചും കൂടി അഗ്രസീവായിട്ട് മാനേജ് ചെയ്യണം. അവർ എത്രയും നേരത്തെ ഇതിനെ റിപ്പയർ ചെയ്ത് ബോണിലേക്ക് ഘടിപ്പിക്കാൻ നോക്കേണ്ടി വരും. അതേസമയം ഓൾഡർ പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റിട്രാക്ഷൻ സ്ലോ ആണ് കമ്പാരിറ്റീവ്ലി. കാരണം അവരുടെ മസിൽസ് കുറച്ചും കൂടി സോഫ്റ്ററാണ്, തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ് മറ്റേ യങ് പേഷ്യൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എപ്പോഴും ചിലവർ ഭയങ്കര ഓൾഡ് ഏജ് ഒക്കെ ആയിരിക്കും, 70s ഉള്ളവരൊക്കെ ആയിരിക്കും. ചിലവർ ഓപ്പറേഷൻ വേണ്ടാന്ന് പറയണവരുണ്ടാവും. ചിലവർ ചിലപ്പോൾ ഓപ്പറേഷൻ ഈ കാർഡിയാക് പ്രോബ്ലം അവർക്ക് ഉണ്ടാവുന്ന പ്രഷർ, ഡയബറ്റീസ് ഒക്കെ ഉള്ള കാരണം ദേ വാണ്ട് ടു ഡിലേ ദ സർജറി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസിൽ നമ്മൾ ഈ ഒരു ഫിസിയോ അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിനുള്ളൊരു സ്പേസ് ഉണ്ട്. അതേസമയം യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ആ ഒരു ടൈം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവരെ എത്രയും വേഗം നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് അത് മസിൽസ് റീഅറ്റാച്ച് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് ഓപ്പ് അവർ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് ആക്കണം. അതല്ലെങ്കിൽ അവരുടെ റിസൾട്ട്സ് ഭയങ്കര പുവറായിരിക്കും കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ സ്പോർട്സിൽ തന്നെ പറയുമ്പോൾ ഇപ്പോൾ വോളിബോൾ ആകട്ടെ, ടെന്നീസ് താരങ്ങളാകട്ടെ, ഈ തെന്നിപ്പോവുക, കുഴ തെറ്റുകയെന്നോ തെന്നിപ്പോവാന്നൊക്കെ പറയില്ലേ, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ? പല പേഷ്യൻസിനും ഈ കുഴ ഇളകുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല.
എല്ലാവരിലും കംപ്ലീറ്റ് പുറത്ത് ജോയിൻറ്റിന് പുറത്തേക്ക് ചാടി വരണം. അത് കംപ്ലീറ്റായിട്ട് പുറത്ത് വരുമ്പോഴാണ് ഡിസ്ലൊക്കേഷൻസ് എന്ന് പറയാം. മറ്റവരുടെ കണ്ടീഷൻസിൽ സബ്ലക്സേഷൻ എന്ന് പറയും. എന്നാൽ പകുതി വരും എന്നിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. അത് ചില പേഷ്യൻസിന് മനസ്സിലാവില്ല ഇത് എന്താ പറ്റിയേക്കണേന്നുള്ളത്. പിന്നെ ഉള്ളത് ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും. അവർ ഒരു നോർമൽ ജോയിൻ്റ് ഒരു മൂവ്മെൻറ്റിനെക്കാട്ടി കൂടുതലായിട്ട് അവരുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുക ഷോൾഡറിൽ. അതിനെയാണ് ഇൻസ്റ്റബിലിറ്റീസ് എന്ന് പറയുന്നത്. പല ഡയറക്ഷൻസിൽ വരാം. അവരുടെ ഏതൊക്കെ തരത്തിലുള്ള സ്പോർട്ടിങ് ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എല്ലാം ഫിസിയോതെറാപ്പിയും സ്ട്രെങ്തനിങ് സ്റ്റെബിലൈസേഷൻ എക്സസൈസസ് അങ്ങനെ ചെയ്ത് അവരുടെ ഷോൾഡർ മസിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സിംറ്റംസ് മാറ്റി അവർ പഴയതുപോലെ തന്നെ കളിക്കാനൊക്കെ സാധിക്കും. സബ്ലക്സേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കിയിട്ട് അവരെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. ലെബ്രം എന്ന് പറഞ്ഞിട്ടൊരു ടിഷ്യൂ ഉണ്ട്. ഈ രണ്ട് കൈയിൻ്റെ അസ്ഥിയുടെ ഭാഗവും, അതായത് ഹ്യൂമറൽ ഹെഡ് എന്ന് പറയും, പിന്നെ സ്കാപ്പുലയുടെ ഒരു ഗ്ലിനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്, ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം ഒരു ഷോൾഡർ ജോയിൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ അത് അൺസ്റ്റേബിളാണ് ആക്ച്വലി. കാരണം വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് ഗ്ലിനോയിഡ് എന്ന് പറയുന്നത്. ഹ്യൂമറൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സർക്കിളായിട്ടാണ് വരുന്നത്. അപ്പോൾ അൺസ്റ്റേബിൾ ജോയിൻ്റ് ആണ്. അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഭയങ്കര എക്സസീവ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ലേബ്രം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ലേബ്രം ഗ്ലിനോയിഡിൻ്റെ ചുറ്റുഭാഗം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇത് ചെറുതായിട്ടൊരു ഇങ്ങനെ കേർവ് ചെയ്തിട്ടായിരിക്കുക. അപ്പോൾ ഈ ഫ്ലാറ്റ് സ്ട്രക്ചറിനെ ഒരു ചെറിയൊരു ഡിഷ് പോലെ ആക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് ലേബ്രം എന്ന് പറയുന്നത്. ഗ്ലിനോയിഡിനെ ഒരു ഡിഷ് പോലെ ആക്കിയിട്ടെടുക്കും. അപ്പോൾ അത് ചെറുതായിട്ട് മുന്നിലേക്കും പിന്നിലേക്കും താഴോട്ടൊക്കെ പോകുന്ന ആക്കിയെടുക്കും. അത് ഫുള്ളാവുണ്ടാവില്ല, ഹിപ്പ് ജോയിൻ്റ് പോലെ ഫുള്ളാവില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 50% അതിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കും. ഇതിനൊരു നെഗറ്റീവ് സക്കിങ് എഫക്റ്റ് ഉണ്ട്, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഹ്യൂമറൽ ഹെഡ് അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ സക്ക് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ അത് കൂടാതെ അതിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകുന്ന സ്റ്റെബിലിറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡാമേജസാണ് നമ്മൾ കോമൺ ആയിട്ട് സ്പോർട്സ് ഇഞ്ചുറീസിൽ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യണം. എങ്കിലും മാത്രമാണ് അവർക്ക് ഈ സിംറ്റംസിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ സബ്ലക്സേഷൻ ഉണ്ടാവുന്നതും ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുന്നതും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ആർത്തോസ്കോപ്പിക് പ്രൊസീജിയറാണ് അതിന് വേണ്ടി വരുന്നത്. അപ്പോൾ ആർത്തോസ്കോപ്പി ചെയ്തിട്ട് ലേബ്രൽ റിപ്പയർ എന്നാണ് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആങ്കേഴ്സ് ഇതിനകത്തും ഈ ലേബ്രൽ റിപ്പയറിനും യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഈ ലേബ്രത്തിനെ നമ്മുടെ ആ ബോണിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ എങ്ങനെയാണോ മുൻപ് ഉണ്ടായിരുന്നത് അതേ രൂപത്തിലേക്ക് ആക്കിയെടുക്കേണ്ടി വരും. എങ്കിലാണ് ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. കാൽസ്യം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് മൂലം അതൊക്കെ ഏത് രീതിയിലാണ് ഈ തോൾവേദനയിലേക്ക്? ഷോൾഡർ പെയിൻ ആക്ച്വലി യൂറിക് ആസിഡ് കൊണ്ട് വരുന്നത് ഭയങ്കര കുറവാണ്. ആക്ച്വലി ഈ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് ഈ പെരിഫറൽ ജോയിൻറ്റ്സ് എന്ന് പറയുക. നമ്മുടെ ഈ എൽബോ മുതൽ താഴോട്ട് അല്ലെങ്കിൽ നീ മുതൽ താഴോട്ട് വരുന്ന തണുത്ത ഭാഗങ്ങളിലാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. ഈ ബോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ബോഡി ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആക്കണ യൂറിക് ആസിഡ് ക്രിസ്റ്റലൈസേഷൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ ഷോൾഡർ ജോയിൻറ്റിൽ വരുന്ന ഒരു കണ്ടീഷനാണ് സ്യൂഡോ ഗൗട്ട് എന്ന് പറയുന്നത്. കാൽസ്യം ഡെപ്പോസിഷൻ വരാം. അത് ജോയിൻറ്റിനകത്ത് വരാം, അതല്ലെങ്കിൽ മുകളിലെ ഭാഗത്ത് മസിൽസിനോട് ചേർന്നിട്ട് വരാം. ഈ റൊട്ടേറ്റർ കഫ് മസിൽസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡനിലോ വരുന്ന കണ്ടീഷനാണ് കാൽസിഫിക് ടെൻഡിനൈറ്റിസ് എന്ന് പറയും. ഭയങ്കര പെയിൻഫുള്ളായിരിക്കും പേഷ്യൻറ്റിന്. അതിന് എന്താണ് എന്നുള്ളത് ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും ഈ മസിൽസിൽ വന്ന് കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും, MRI ചെയ്ത് നോക്കേണ്ടി വരും. ഡയഗ്നോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഫിസിയോതെറാപ്പി നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ്, പെയിൻ മൊഡാലിറ്റീസ്, മെഡിക്കേഷൻസ് എല്ലാം കൊടുത്ത് റിലീഫ് നോക്കും ആദ്യം. റിലീവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ആർത്തോസ്കോപ്പിക് നീഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ കാൽഷ്യത്തിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും വേണ്ടി വന്നേക്കാം. ഈ കാൽഷ്യം ഈ ടെൻഡലിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കംപ്ലീറ്റ് പെയിൻ റിലീഫാണ്. ഒരു 2 വീക്സൊക്കെ ആകുമ്പോഴേക്കും പേഷ്യൻറ്റ് പഴയതുപോലെ തന്നെ ഷോൾഡർ മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ സാധിക്കും. അത് ആ ഒരു കണ്ടീഷൻ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക, അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വിൽ ബി അബ്സല്യൂട്ട്ലി ഫ്രീ ഫ്രം ദ ഷോൾഡർ പെയിൻ. എങ്ങനെയാണ് ആർത്തോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് മാനേജ്മെൻറ്റ് നടത്തുന്നത്? ആർത്തോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്.
ഒന്ന് നമ്മൾ ഒന്നോ രണ്ടോ കീ ഹോൾസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ മുറിവുകൾ ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റുമായിട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു പോർട്ടലിൽ കൂടെ ഒരു മുറിവിൽ കൂടെ നമുക്ക് ക്യാമറ കടത്തി പാസ് ചെയ്യുന്നു, മറ്റേ മുറിവിനകത്ത് കൂടി അതിന് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് പാസ് ചെയ്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ആർത്തോസ്കോപ്പി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ചെറിയ മുറിവിലൂടെ നമ്മൾ ഈ കണ്ടീഷൻസിന് ട്രീറ്റ് ചെയ്യുക. ആർത്തോസ്കോപ്പിക് റൊട്ടേറ്റർ കഫ് റിപ്പയറിനകത്ത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇംപ്ലാന്റാണ് ആങ്കേഴ്സ് എന്ന് പറയും. ഈ ആങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോണിനകത്ത് നമ്മൾ ഈ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സ്യൂച്ചറിൻ്റെ മെറ്റീരിയൽ ബോണിനകത്തേക്ക് കടത്തി വിട്ടിട്ട് ആ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ ത്രെഡ്സ് ഉണ്ടാവും. ആ ത്രെഡ്സ് വെച്ചിട്ടാണ് ഈ മസിൽസിനെ നമ്മൾ കെട്ടി ഈ ബോണിലേക്ക് നല്ല പ്രസ് ചെയ്തിട്ട് വെക്കുന്നത്. അതിനെയാണ് ആങ്കേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ജനറേഷൻ അങ്ങനെ പോലെ 4th ജനറേഷൻ പല പല ഗ്രേഡ്സിലായിട്ട് വരുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി ആദ്യത്തിൽ ഇറങ്ങിയിരുന്ന ഇംപ്ലാൻസ് എല്ലാം മെറ്റാലിക് ഇംപ്ലാൻസ് ആയിരുന്നെങ്കിൽ ലേറ്റർ ഓൺ വന്നിരിക്കുന്ന ഇംപ്ലാൻറ്റുകളെല്ലാം നോൺ മെറ്റാലിക് ഇംപ്ലാൻസ് ആണ്. മെറ്റാലിക് ഇംപ്ലാൻസിന് ചിലപ്പോൾ പിന്നീട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ സ്കാനൊക്കെ എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇഷ്യൂ എല്ലാം പരിഗണിച്ചിട്ടാണ് നോൺ മെറ്റാലിക് ഇംപ്ലാൻസ് വെച്ചിട്ട് പിന്നെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പേഷ്യൻറ്റിന് പിന്നീട് എന്തെങ്കിലും ഒരു ഇഞ്ചറിയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കാനിങ് ഒക്കെ എളുപ്പമായിട്ട് എടുക്കാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. നോർമലി റൊട്ടേറ്റർ കഫ് റിപ്പയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഷോൾഡർ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പേഷ്യൻ്റെ മസിൽസിൻ്റെ കണ്ടീഷൻസ്, മസിൽസിൻ്റെ രക്തോട്ടമൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള മസിൽ തിക്കാണോ എന്നുള്ളതും ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് റിക്കവറി ഇരിക്കുന്നത്. പിന്നെ റിക്കവറി നമ്മൾ ഈ ബോണിലേക്ക് പ്രസ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഈ ആങ്കേഴ്സ് വെച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞത് ഈ എത്ര നന്നായിട്ട് നമുക്ക് ടൈറ്റാക്കിയിട്ട് ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ യങ് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് വളരെ ഏർലി ആയിട്ട് പേഷ്യൻറ്റിന് ഷോൾഡേഴ്സൊക്കെ മൂവ് ചെയ്യിക്കാം. മേ ബി അവരൊരു 5 to 6 months ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമലായിരിക്കും. അതേസമയം ഓൾഡർ പേഷ്യൻസിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ മസിൽസ് അത്ര ഹെൽത്തി ആവണം എന്നില്ല. ചിലപ്പോൾ കട്ടി കുറവായിരിക്കും, രക്തോട്ടം കുറവുള്ള മസിൽസ് ആയിരിക്കും. ചില കേസുകളിൽ 50% താഴെ ഈ മസിലുകളുടെ ഉള്ളിൽ കൊഴുപ്പ് വന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് റിക്കവറി കുറച്ച് ഡിലേഡ് ആയിരിക്കും. അത് പേഷ്യൻ്റെ മസിൽസിൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. പിന്നെ നമ്മുടെ റിപ്പയറിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ പല രീതിയിലുള്ള റിപ്പയർ എക്സ്പ്ലെയിൻഡ് ആണ്. ഇപ്പോൾ സിംഗിൾ റോ റിപ്പയർ എന്ന് പറയും, ഡബിൾ റോ റിപ്പയർ എന്ന് പറയും. ഇപ്പോൾ ഡബിൾ റോ റിപ്പയർസൊക്കെ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് കുറച്ചും കൂടി ഏർലി മൊബിലൈസേഷൻ സാധ്യമാണ്. അപ്പോൾ നല്ല റിക്കവറി ഫാസ്റ്ററായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഈ മസിലിനെ ബോണിലേക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഫാസ്റ്റായിട്ട് റിക്കവറി പോസിബിളാണ്. പേഷ്യൻറ്റിന് ബാക്ക് ടു നോർമൽ ഏകദേശം ഒരു 6 months ആകുമ്പോഴേക്കും പോസിബിളായിരിക്കും. ഇത്തരം സർജറി കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ദ വെരി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഷോൾഡർ ജോയിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ദിവസം കൈ ഇളക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ സ്റ്റിഫായി പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും നേരത്തെ പേഷ്യൻ്റെ ഷോൾഡർ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നു അത്രയും നേരത്തെ മൊബിലൈസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനാണ് ഫിസിയോതെറാപ്പിയുടെ റോള് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊസീജിയർ വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഫിസിയോ. The very next day onwards we should start the exercises and physiotherapy. ഫിസിയോതെറാപ്പി ഒരു തരത്തിലും സർജറിയുടെ ഇല്ലില്ല. അത് നമ്മൾ ഒരു എപ്പോഴും ഫിസിയോതെറാപ്പീൻ്റെ അകത്ത് നമ്മൾ സർജനും ആ ഫിസിയോതെറാപ്പി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർജന് അറിയാം എത്ര സ്റ്റേബിളായിട്ടാണ് അദ്ദേഹം ആ മസിൽസിനെ റിപ്പയർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൺവേ ചെയ്യണം. എല്ലാ പേഷ്യൻറ്റിനെ ഒരേപോലെ ട്രീറ്റ് ചെയ്യരുത്. നമുക്ക് ഓരോ പേഷ്യൻറ്റിനെ അത് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ
ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ അടുത്ത് നമ്മൾ ഓൾറെഡി കൺവിൻസ് ചെയ്യണം ഇതിങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്തിരിക്കുന്നത്, ഇത് നല്ല സ്റ്റേബിൾ ആയിട്ട് ഫിക്സ് ചെയ്തേക്കണമെങ്കിൽ വി ക്യാൻ ഗീവ് 100% സപ്പോർട്ട് വിത്ത് ദി ഫിസിയോ, നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്തു പോകാമെന്ന് പറയും. വീക്കായിട്ടുള്ള ചിലപ്പോൾ ബോൺ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ ഫിക്സേഷൻ അത്ര സ്റ്റേബിൾ ആവണമെന്നില്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്ക് കുറച്ചും കൂടി ഡിലേഡ് ആക്കിയിട്ടാണ് ആക്റ്റീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ആഫ്റ്റർ ദി പ്രൊസീജിയർ വി നീഡ് ടു ഒരു ടീമപ്പായിട്ട് വേണം ഇത് റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട്. എനിവേ താങ്ക് യു ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകളാണ് ഈ എപ്പിസോഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവുക. കാരണം എല്ലാവർക്കും ഉള്ളതാണ് ഷോൾഡർ പെയിൻ. ഈ ഷോൾഡർ പെയിൻ സാധാരണ പെയിനാണെന്ന് കരുതി ചികിത്സിക്കാതിരിക്കാം, പിന്നീട് അത് വലിയ വേദനയിലേക്ക് മാറാം. പിന്നീട് നമുക്കൊരു സർജറി ആവശ്യമാണെങ്കിൽ സർജറിയിലേക്ക് പോകാതിരിക്കാനും ആളുകൾ മടിക്കും. കാരണം സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ ഈ എപ്പിസോഡിൽ ഡോക്ടർ പറഞ്ഞതുപോലെ കീഹോൾ സർജറിയിലൂടെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയതാണ് ഇതെല്ലാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.